ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ടെൻഷൻ നിറഞ്ഞൊരു ദിവസമായിരുന്നു. അതുപോലെ തന്നെ ആ ടെൻഷന് പകരം ഒരു ഹാപ്പിനെസ്സും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്താണെന്നൊക്കെ എൻ്റെ വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ മോന് 2 ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു. അപ്പം എന്താണെന്നറിയാതെ അവന് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഒരു ക്ഷീണം, തളർച്ച, ഒരു ദിവസം ഛർദ്ദിച്ചു, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു ദിവസം രാവിലെ എണീറ്റ് ഭയങ്കര ക്ഷീണം പോലെ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് രാവിലെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു നമ്മളെ മഞ്ഞപ്പിത്തം ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പം തന്നെ എനിക്ക് ടെൻഷൻ കൂടി, ഭയങ്കര ടെൻഷൻ വന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും വേണ്ടില്ല, മഞ്ഞപ്പിത്തം ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രാവിലെ കാണിച്ചതൊന്നും എടുത്തിട്ടില്ല. ഞാനിതിപ്പം ഉച്ചയ്ക്ക് ശേഷം ടെസ്റ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് വാങ്ങിയിട്ട് 3 മണിക്ക് ശേഷം കാണിക്കാൻ പറഞ്ഞതാണ്. അപ്പം ഞാൻ റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോവാണ്. റിസൾട്ട് വാങ്ങിച്ചിട്ട് വേണം ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒന്ന് നോക്കാൻ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവന് ക്ഷീണത്തിന് എന്തെങ്കിലും അതാണോ കാരണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവന് എന്താ പറയുക, ഭയങ്കര ടെൻഷനും പേടിയൊക്കെ കേട്ടോ. ഈ ഡോക്ടേഴ്സിനെ കാണിക്കുക എന്ന് പറയുന്നതും പിന്നെ ലാബിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. പക്ഷേ ഇന്നലെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലേനു കേട്ടോ. ആൾ നല്ല പോലെ അവിടെ ഇരുന്നിട്ടുണ്ട്, എന്താണെന്നറിയില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് ബ്ലഡ് എടുക്കാൻ പിന്നെ എന്തായാലും ഒരു പേടി ഉണ്ടാവുമല്ലോ, സൂചിയൊക്കെ വെക്കുമ്പോൾ. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഡോക്ടറെ കാണിക്കാൻ എത്തിയിട്ടുണ്ട്. ആദ്യം ടോക്കൺ എടുക്കണം ഇവിടുന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവനൊരു പേടിയുണ്ടായിരുന്നു, സൂചി വെക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവൻ ഇരുന്നിട്ട്. അവൻ്റെ ക്ഷീണമൊക്കെ അങ്ങനെ ചെറുതായിട്ട് കുറയുന്നുണ്ട്. എന്നാലും പനിക്കുള്ള ഗുളിക രാവിലെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അറിഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ മഞ്ഞപ്പിത്തമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെയാണ്. അതവൻ്റെ എന്തെങ്കിലും അങ്ങനെ ഉള്ളിൽ ചെറുതായിട്ട് പനിച്ചിട്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ടെൻഷന് കൂടെ ഒരു ഹാപ്പിനെസ് ഉണ്ടെന്ന് പറഞ്ഞത്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ഹയറാക്കി തന്നിട്ടുണ്ട്. പിന്നെ പനി ഛർദി ഇനി വരികയാണെങ്കിൽ ഗുളിക എഴുതി തന്നിട്ടുണ്ട്. അവന് ഈ ടോണിക്കൊന്നും കഴിക്കലില്ല. ടോണിക്ക് കഴിക്കുമ്പോഴേക്കും അവൻ ഛർദ്ദിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഗുളിക വാങ്ങിച്ചു. അത് എന്തെങ്കിലും അരിച്ചൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ പ്രശ്നമൊന്നും വലുതായിട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ ഈവനിങ് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കടിയൊക്കെ വാങ്ങിക്കുക, ചായക്ക് കൂട്ടാലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ മോളെ ഞാൻ കൂട്ടിയിട്ടില്ല. മോളെ ഇനി ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ അല്ലേ പോകുന്നത്. അതുകൊണ്ട് പിന്നെ അവിടെയൊക്കെ രോഗികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് അവളെ കൊണ്ടുപോയിട്ടില്ല. അവൾ കണ്ടപ്പോൾ ഒന്ന് ഷോക്കായി, പോകുന്നത് അവൾ കണ്ടിട്ടില്ല. അങ്ങനെ വന്ന് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ അതിന് ഭയങ്കര ക്ഷീണമോ ഒരു തളർച്ചയൊക്കെ ആയിരുന്നു. എന്തായാലും വേണ്ടില്ല, നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമാണല്ലോ. എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് വീട്ടിൽ സമാധാനമായിട്ട് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. എന്തായാലും വേണ്ടില്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. പിന്നെ നല്ല മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ അകത്ത് കയറ്റി വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അവനോട് ചോദിക്കുക എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ പറയാം മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒക്കെ അകത്ത് കയറ്റി വെക്കാം. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം ഇതാണ്. അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.